സ്നേഹപൂർണവും സന്തോഷകരവുമായ കുടുംബജീവിതത്തിൻ്റെ നടുക്ക് കുരിശ് പ്രതിഷ്ഠിക്കണം. ആ കുരിശിൻ ചുവട്ടിൽ കുടുംബം മുഴുവൻ തപസ്സിരിക്കുമ്പോഴാണ് സ്നേഹം പഠിക്കുന്നത്, അഭ്യസിക്കുന്നത് എന്ന് ഒരു കുടുംബിനിയും വചനപ്രഘോഷകയുമായ ബഹുമാന്യയായ ആനി ടീച്ചർ സ്വന്തം സാക്ഷ്യം ചേർത്ത് നമ്മോട് പറയുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പസ്തോല പ്രവർത്തനം 16:31 പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടുംബജീവിതം രക്ഷ പ്രാപിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നതും കുടുംബജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും നിറഞ്ഞ ഒരു ജീവിതമായി തീരാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കും, ധാരാളം അധ്വാനിച്ചാൽ, ഒത്തിരി നേട്ടങ്ങൾ കൊയ്തെടുത്താൽ, ഒത്തിരിയേറെ അധികാര സ്ഥാനം അല്ലെ കീർത്തി എല്ലാം നേടിയാൽ ഇതുകൊണ്ടൊക്കെ ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ കുടുംബജീവിതം രക്ഷ പ്രാപിക്കുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം നമ്മളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പം നമുക്കൊരു സംശയം തോന്നും, ഞാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ഭാര്യയാണ്, ഒരു ഭർത്താവാണ്, ഒരു മകനാണ്, ഒരു മകളാണ്, ഞാനൊരു വ്യക്തിയാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടും ഇത്രയായിട്ടും എൻ്റെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും കിട്ടുന്നില്ല. ഇപ്പോഴും പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പാടുപീടകൾ, രോഗങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളാണ്, അസ്വസ്ഥമായ അന്തരീക്ഷം. അപ്പം ഞാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇപ്പോഴും അസ്വസ്ഥത വരും? ഈശോ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു പിതാവും ഒരു മാതാവും ചേർന്ന് അവരുടെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് ചോദിച്ചു, കർത്താവായ യേശുവിൽ അവരും വിശ്വസിക്കുന്നവരാണ്. നല്ല കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന 2 വ്യക്തികൾ, അവർ വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബജീവിതം ആരംഭിച്ചവർ, 3 മക്കളുണ്ട് അവർക്ക്. അവരുടെ കുടുംബത്തിൽ അസ്വസ്ഥതയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോഴും അസ്വസ്ഥതകളാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളെ കൊണ്ട് ഇനി അനുഭവിക്കാത്തതൊന്നുമില്ല. ഈ മക്കളുടെ സ്വഭാവം, അവരുടെ ദുശീലം, അവരുടെ പ്രവർത്തനങ്ങൾ, അവരിടപെട്ടിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ആ മക്കളെ ഓർത്ത് അവർ കണ്ണുനീരൊഴുക്കുക. അവർക്ക് സമാധാനമില്ല, കിടന്നാൽ ഉറക്കം വരുന്നില്ല. ഇഷ്ടംപോലെ സാമ്പത്തികമുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, നല്ല കുടുംബം, നല്ല പരമ്പരാഗതമായ കുടുംബത്തിൽപ്പെട്ടവർ എല്ലാമാണ്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ സമാധാനമില്ല. ആ മക്കളെ ഓർത്തുള്ള വേദന. അപ്പം കർത്താവിൻ്റെ വചനം അവരും ചോദിക്കുകയാണ് എന്നോട് ആ ചോദ്യത്തിലൂടെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ആ വചനം അനുസരിച്ച് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും തോന്നുകയല്ലേ, ഞാനും വിശ്വസിക്കുന്ന വ്യക്തിയല്ലേ, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് ഈശോ പറഞ്ഞതിനെക്കുറിച്ച് നമുക്കൊന്നുകൂടി ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കാം. എന്താണ് വിശ്വാസം? യോഹന്നാൻ്റെ സുവിശേഷം 14:23 പറയുന്നുണ്ട്, കർത്താവ് യേശു വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനം പാലിക്കുന്നില്ല. അപ്പം യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ യേശുവിനെ സ്നേഹിക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പം യേശുവിനെ ഈ മാതാപിതാക്കൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ യേശുവിനെക്കുറിച്ച് അറിയാം, യേശു ദൈവപുത്രനാണെന്നറിയാം, യേശു രക്ഷകനാണെന്നറിയാം, എല്ലാം അവർക്കറിയാം. പക്ഷെ അവർക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കുന്നത്? യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പം ഞാൻ ആ ദമ്പതികളോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കള് ദൈവം തന്നതല്ലേ?
അപ്പോൾ അവർ പറഞ്ഞു ദൈവം തന്നാണോ എന്നറിയില്ല, മക്കൾ ഞങ്ങളുടെ സ്വന്തമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനമാണ്. അപ്പം ദൈവം ദാനമായി തന്ന ആ സമ്മാനങ്ങളെ കുറച്ച് നാളത്തേക്ക് നമ്മുടെ കയ്യിൽ വളർത്താൻ തരികയാണ്. അപ്പം ഈ കുടുംബ ജീവിതത്തിൽ മക്കളും മാതാപിതാക്കളും വളരെ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ, ദൈവവിശ്വാസത്തിൽ ഒരുമപ്പെട്ട് ജീവിക്കുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുള്ളൂ. അപ്പം ഈ മക്കൾ ദൈവം തന്ന ദാനമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഈ മക്കളെ എന്തിന് ദൈവം എൻ്റെ കയ്യിൽ തന്നു, ആ മക്കളെ ദൈവമക്കളാക്കി വളർത്തിയെടുക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ കയ്യിൽ തന്നതാണ്. അതുകൊണ്ട് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6:4 പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങൾ മക്കളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. അപ്പം ഈ ദമ്പതികൾ ചിന്തിച്ചിരിക്കുന്നത് ഈ മക്കൾ ഞങ്ങളുടേതാണ്, കാരണം ഞങ്ങൾക്കുണ്ടായ മക്കളല്ലേ, അപ്പം ഞങ്ങളുടെ സ്വന്തമാണ്. ഞങ്ങൾ ഈ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? ഞങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, ഞങ്ങളുടെ ബുദ്ധിയിൽ തോന്നുന്നതനുസരിച്ച്, ഞങ്ങളുടെ താല്പര്യം അനുസരിച്ച്, ഞങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ മക്കളെ ഞങ്ങൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിരിക്കുക. പക്ഷെ ഈശോ പറഞ്ഞത് എന്താ? ഇവർ പറയുന്നത് യേശുവിൽ ഇവർ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ വചനം പാലിക്കും. അപ്പം മക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണ്? എങ്ങനെ മക്കളെ വളർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും മക്കളെ വളർത്തുവിൻ. പക്ഷേ ഈ ദമ്പതികൾക്ക് ഇതുവരെ അതിൽ സാധിച്ചിട്ടില്ല. അവരിതുവരെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അവരുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ അറിവനുസരിച്ചാണ്. അപ്പം കർത്താവായ യേശുവിൻ്റെ ശിക്ഷണവും ഉപദേശവും ആ മക്കൾക്ക് നൽകിക്കൊണ്ട് അവർ യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ മക്കളെ യേശുവിലേക്ക് വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവർക്കതിന് സാധിച്ചില്ല. അപ്പോൾ അവർ പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ശരിയാ, കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22:29 പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് മൂലം നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ, ഈ ദമ്പതികളുടെ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ആ വിശുദ്ധ ലിഖിതം, ദൈവവചനം അവർക്കറിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവർക്കറിയില്ലായിരുന്നു. ആ ദൈവിക ശക്തി, ആ പവർ എന്താണെന്ന് ആ ദമ്പതികൾക്ക് അറിവില്ലാത്തതിനാൽ അവർക്ക് ദൈവം ദാനമായി കൊടുത്ത കുട്ടികളെ അവർക്ക് ദൈവസ്നേഹത്തിൽ, കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തി വലുതാക്കുവാൻ അവർക്ക് അറിവില്ലാതെ വന്നു. അതിന് സാധിച്ചില്ല. ഇതെപ്പോൾ മുതൽ തുടങ്ങണമെന്നും അവർക്കറിയില്ലാതെ പോയി. കാരണം വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 22:6 പറയുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് പിന്തിരികയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ദാനമായി തന്ന മക്കളെ ശൈശവ കാലഘട്ടത്തിൽ തന്നെ, ഏതാണ്ട് 0 to 6 year, 6 വയസ്സിന് മുൻപ് തന്നെ നടക്കേണ്ടുന്ന വഴി, കർത്താവിൻ്റെ വഴി മക്കളെ പഠിപ്പിക്കണമെന്ന് ദൈവം നമ്മളോട് ആഗ്രഹിക്കുക. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ദമ്പതികൾ, ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ദമ്പതികൾ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കും. അപ്പം ദൈവം ദാനമായി തന്ന നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, വചനം അനുസരിച്ച്, കർത്താവിൻ്റെ ശിക്ഷണ ഉപദേശം അനുസരിച്ച് ശൈശവത്തിൽ തന്നെ വളർത്തി പരിശീലിപ്പിക്കും. അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന നിമിഷം മുതൽ ദൈവസ്നേഹം ആ കുഞ്ഞിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ ആ മാതാപിതാക്കൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കുട്ടികളെ വളർത്തി വലുതാക്കിയെടുക്കാനായിട്ട് അവർ പരിശ്രമിക്കും. ദൈവം അവരോട് ചേർന്ന് നിന്ന് ആ അനുഗ്രഹം അവർക്ക് നൽകുകയും ചെയ്യും. അപ്പം ഈശോയുടെ സ്നേഹം മക്കളിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ മാതാപിതാക്കളായ നമ്മൾ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയണം. നമ്മൾ അനുഭവിച്ചറിയാത്തത് നമുക്ക് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയ അനുഭവമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പം മക്കളുടെ പരിശീലകരാണ് നമ്മൾ മാതാപിതാക്കളെ എങ്കിൽ, കുടുംബത്തിൻ്റെ സമാധാനത്തിന് നമ്മൾ മക്കളുടെ സ്നേഹം അല്ലെ സന്തോഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ, മക്കളെ ദൈവമക്കളാക്കി വളർത്തി വലുതാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മക്കളിലേക്ക് പകർന്നു കൊടുക്കണം. അത് ഈശോ പറഞ്ഞു നമുക്ക് സാധിക്കുമെന്ന്. കാരണം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. അപ്പം മാതാപിതാക്കളുടെ
ദൈവവിശ്വാസത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആ അരുവി, ആ ജീവൻ്റെ ജലം, ആ സ്നേഹത്തിൻ്റെ അരുവി മക്കളിലേക്ക് ഒഴുകിയെത്തണം. ആ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. അപ്പം ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരണം. അപ്പം മക്കൾ, അപ്പം അവർ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ധ്യാനത്തിനായിട്ടൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം ആ ദൈവത്തെ ഞങ്ങൾ അറിയുന്നു, ഇനി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പല കുടുംബങ്ങളിലും ഉള്ള കാര്യമായത്. നമ്മൾ ദൈവത്തെ മാതാപിതാക്കൾ അറിഞ്ഞു, പക്ഷെ മക്കളൊക്കെ വളർന്നു വലുതായി, അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവർ ദുശീലങ്ങളിൽ ജീവിക്കുന്നു, തിന്മയ്ക്ക് ബന്ധിതരായി ജീവിക്കുന്നു. അപ്പം അവരെ ഇനി എങ്ങനെ തിരിച്ച് ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഇതാണ് അവർ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമുക്ക് സാധിക്കും? ഒരു ബോധ്യത്തിൽ, ഈ ലോകത്തിൻ്റെതായ ചില മ്ലേച്ഛതയുടെ ബോധ്യത്തിൻ്റെ ഉറപ്പിൽ നമ്മുടെ മക്കളായിപ്പോയി പല കുടുംബങ്ങളിലും. അപ്പം ഇനി ഇവരെ എങ്ങനെ തിരിച്ചു വരാൻ കൊണ്ടുവരും? ഉപദേശം കൊണ്ട് സാധിക്കുകയില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഇന്ന് മക്കളൊക്കെ തിരിച്ചടിക്കുന്ന കാലമാണ്. അപ്പം നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകത്തിൻ്റെ യാതൊന്നുകൊണ്ടും അവരെ പഠിപ്പിച്ച് ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല എന്ന സത്യം ആദ്യം നമ്മൾ തിരിച്ചറിയുക. ഈ മക്കളെ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ലോകത്തിൽ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ സാധ്യമാകുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം. ആ യേശുവിൻ്റെ അടുക്കലേക്ക് മാതാപിതാക്കളായ നമ്മൾ കടന്നു ചെല്ലുക, യേശുവിൽ വിശ്വസിക്കുക. യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ വചനം പാലിക്കുക. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ യേശുവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് കുടുംബജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. അതിന് ധാരാളം തെളിവുകൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ആവശ്യം ഇതാണ്. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുകയാണ്. പിശാചിൻ്റെ തിന്മയുടെ അടിമത്തത്തിലായിരിക്കുകയാണ് ഈ പെൺകുട്ടി. ഇവളെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. യേശുവിൻ്റെ അടുക്കലേക്ക് അമ്മ ഓടിയെത്തിരിക്കുക. പക്ഷെ ഇവളുടെ ആവശ്യം കേട്ടിട്ട് യേശു മിണ്ടിയില്ല. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മളുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. ശിഷ്യന്മാർക്ക് ഈ അമ്മയുടെ നിലവിളി കണ്ടിട്ട് അനുകമ്പ തോന്നുക. ഈശോ ഒന്നും മിണ്ടുന്നില്ല, ഉത്തരം പറയുന്നില്ല. അപ്പോൾ ശിഷ്യന്മാർ ആവശ്യപ്പെടുകയാണ്, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നമ്മളുടെ പിന്നാലെ വന്ന് നിലവിളിക്കുകയാണ്. ആ അമ്മ നിലവിളിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ് നിലവിളിക്കുന്നത്? അവളുടെ മകൾക്ക് വേണ്ടി, ആ പിശാചിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ആ പുത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിക്കുക. ഈശോ ഒന്നും മറുപടിയും പറയുന്നില്ല. പക്ഷെ അമ്മയുടെ നിലവിളി നിലയ്ക്കുന്നില്ല. യേശുവിൻ്റെ പിന്നാലെ കൂടി ആ അമ്മ നിലവിളിച്ചുകൊണ്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അവൻ മറുപടി പറഞ്ഞു, ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞ ഇതാണ്, ഞാൻ ഇസ്രയേൽ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ടുള്ളവനാ. കാരണം എന്താ? ഇവള് വിജാതീയ സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് ഇസ്രയേൽ മക്കളുടെ രക്ഷയാണ് പ്രധാനം. അവർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ അമ്മ അവൻ പറയാണ്, എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. ഈശോ സമ്മതം പറയുന്നില്ല. എങ്കിലും ഈ അമ്മ പുറകെ നടന്ന് കരഞ്ഞ് കേണപേക്ഷിക്കുകയാണ്. ഈ അപേക്ഷ കേട്ട് കഴിഞ്ഞപ്പോൾ, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതെ കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ വിശ്വാസം. ഇസ്രയേൽ മക്കളുടെ രക്ഷയ്ക്ക് ഈശോ കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് വിജാതി ആ കുടുംബത്തിലേക്കല്ല. ഈശോ അവളുടെ വിശ്വാസത്തെ ഒന്ന് ചോദ്യം ചെയ്യുക. ആ അമ്മയുടെ വിശ്വാസം എന്താ? യേശുവിലുള്ള വിശ്വാസം. യേശുവെ, നീ ഇസ്രയേൽ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനാ, എനിക്കറിയാം, അത് ചെയ്തോ. പക്ഷേ ഇസ്രയേൽ മക്കളുടെ രക്ഷ യേശു നടത്തി കഴിഞ്ഞാൽ യേശുവിന് സാധിക്കും എൻ്റെ മകളെ രക്ഷിക്കാൻ. നിന്റെ മിച്ചമുള്ള ഒരു നോട്ടം മതി, നിന്റെ ഒരു സ്പർശനം മതി, നിന്റെ ഒരു വാക്ക് മതി.
എൻ്റെ മകൾ സൗഖ്യപ്പെടും, ആ പിശാച് അവളെ വിട്ടു പോകും. ആ ഒരു വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള ആ അമ്മയുടെ വിശ്വാസം, അത് ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഈശോ പറയുകയാണ്, യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വാസം. ഈശോ പറഞ്ഞില്ലേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ കുടുംബത്തിൽ മകളെ ഓർത്ത് ദുഃഖിക്കുന്ന, കരയുന്ന ഒരു കുടുംബത്തിലെ അമ്മ, ആ അമ്മ യേശുവിൻ്റെ അടുക്ക വന്നു. യേശു ആദ്യം സമ്മതിച്ചില്ല, മനസ്സായില്ല. എങ്കിൽ പോലും ഈ യേശുവിന് എൻ്റെ മകളെ രക്ഷിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ പിന്നാലെ കരഞ്ഞ് അപേക്ഷിക്കുന്ന അമ്മയുടെ ചിത്രം. ഇതാണ്, ഇങ്ങനെയുള്ള അമ്മമാർ ഇനി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അമ്മമാരുടെ വിശ്വാസത്തിലൂടെ വേണം നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ. പ്രിയപ്പെട്ടവരെ, ഈ മകളല്ല പ്രാർത്ഥിച്ചത് ഈശോയുടെ ഇരിക്കുമെന്ന്. ഈ മകള് കരഞ്ഞില്ല ഈശോയുടെ മുമ്പിൽ. കാരണം അവൾക്ക് കരയാൻ പറ്റില്ല. അവൾ പാപത്തിൽ സാത്താൻ്റെ തിന്മയ്ക്ക് അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ്. അവൾ എങ്ങനെ യേശുവിനെ വിളിച്ചപേക്ഷിക്കും? അവൾക്കറിയില്ല യേശുവിനെ. പക്ഷേ യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ അമ്മ മകൾക്ക് വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞപേക്ഷിക്കുക. ഇതിനി നമ്മുടെ കുടുംബത്തിൽ നടക്കണം. നമ്മുടെ അമ്മമാർ കരയണം. അതിനാ വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിലിങ്ങനെ കാണുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 2:18, സിയോൻ പുത്രി ഉറക്ക നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, കരയണം. മാതൃത്വത്തിൻ്റെ മഹനീയത, ആ മാതൃത്വത്തിൻ്റെ ശക്തി ഇന്ന് കണ്ണുനീരോടെ കർത്താവിൻ്റെ കാൽപാദത്തിൽ വീഴേണ്ട സമയമായിരിക്കാം. ഇന്ന് അനേക കുടുംബങ്ങളിലെ മക്കള് ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുക. വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ലോക സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അങ്ങനെ മരിച്ച അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി, ആത്മാവ് നഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ, കുടുംബ രക്ഷയിലേക്ക് കടന്നു വരാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. രക്ഷിക്കാൻ കഴിവുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ പെറ്റമ്മയുടെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥനക്കാരാകുക. അതുപോലെ ഒരു പിതാവിൻ്റെ കടമ എന്താ? ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അന്തഃഛിദ്രങ്ങൾ ഒത്തിരിയേറെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു കുടുംബനാഥന് പിതാവിന് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരു ബാധ ബാധിച്ച ഒരു ബാലനെ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു പിതാവ് കൊണ്ടുവരികയാണ്. അവൻ തിന്മയുടെ സ്വാധീനത്തിൽ അടിമപ്പെട്ടിരിക്കുക. പക്ഷെ അവൻ രോഗാവസ്ഥയിലാണ്. ആ രോഗാവസ്ഥയിലായിരിക്കുന്ന ആ മകനെയും കൊണ്ട് ആ പിതാവ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആദ്യം കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ ഇരിക്കലാണ്. പക്ഷെ ആ ശിഷ്യന്മാർക്ക് ഈ മകനെ സൗഖ്യപ്പെടുത്താൻ സാധിച്ചില്ല. അതേ ചൊല്ലി തർക്കം കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു അവിടേക്ക് കടന്നു വന്നു. അപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് ഈ പിതാവ് ഈ മകനെ കൊണ്ടുവരികയാണ്. അപ്പം യേശു ചോദിക്കുന്നുണ്ട്, എത്ര നാളായി ഈ രോഗം തുടങ്ങിയിട്ട്? അവൻ പറഞ്ഞ്, ശൈശവം മുതൽ പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെയും വിശ്വാസം ഈശോ ചോദ്യം ചെയ്യുക. ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഈ പിതാവ് വിശ്വസിക്കുന്നുണ്ടോ? ഈ ചോദ്യം കേട്ട ഉടനെ പിതാവ് പറഞ്ഞു, ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ചെന്നെ സഹായിക്കണമേ. ആ പിതാവ് കരഞ്ഞപേക്ഷിക്കുക, എന്നെ സഹായിക്കണം, എൻ്റെ വിശ്വാസക്കുറവിനെ അവിടുന്ന് മാറ്റി തന്ന് അവിടുന്ന് എൻ്റെ മകന് സൗഖ്യം കൊടുക്കണം. അപ്പം ഈ മകന് വേണ്ടി ആ പിതാവ് യേശുവിലേക്ക് കടന്നു വന്ന് യേശുവിലുള്ള വിശ്വാസം ഉറപ്പിക്കുക.
യേശുവിന് ഇത് സാധിക്കും, എൻ്റെ മകനെ രക്ഷിക്കാൻ സാധിക്കും. തിന്മയുടെ ബന്ധനത്തിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന ആ മകനെ യേശു അവിടെ വെച്ച് സൗഖ്യപ്പെടുത്തി വിടുക. അപ്പോൾ ഒരു പിതാവ് തൻ്റെ കുടുംബത്തിൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ മകനെ ഓർത്ത് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിന് വേണ്ടി ആ പിതാവ് യേശുവിലേക്ക് കടന്നു വരുന്നു. യേശുവിൻ്റെ സവിധത്തിൽ കൊണ്ടുവന്ന് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് എൻ്റെ കർത്താവിന്, യേശുവിന് ഇത് സാധിക്കുമെന്ന് വിശ്വസിക്കുക. വിശ്വാസ പ്രഖ്യാപനം അവിടെ നടക്കുക. അതാ ഈശോ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. ജൈറോസ് എന്ന സിനഗോഗ് അധികാരി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. എന്തിനാ വരുന്ന? ആ വീട്ടിൽ കൊച്ചുമകൾ മരണാസന്നയായിരിക്കുക. ആ മകളെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി യേശുവിൻ്റെ അടുക്ക വരിക. വീട്ടിലെ വലിയ പ്രശ്നവുമായിട്ട് ഈ പിതാവ് കടന്നു വരിക. ജൈറോസ് എന്നത് സിനഗോഗ് അധികാരിയാണ്. ആ അധികാരി വരുമ്പോഴും യേശു പറയുന്നുണ്ട്, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുഹൃത്തു എന്ന് പറയാം, നിന്റെ മോള് മരിച്ചു, ഇനി യേശുവിനെ വിളിക്കണ്ട. പക്ഷെ അപ്പോഴും ഈശോ പറയുക, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ പിതാവ് യേശുവിൽ വിശ്വസിച്ചു. യേശുവിനെ വീട്ടിലേക്ക് വിളിക്കാൻ വന്ന ആ പിതാവിൻ്റെ കൂട്ടത്തിൽ യേശു വീട്ടിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ചെന്ന് ആ മകള് മരിച്ച അവസ്ഥയിലായിരുന്ന ആ മകളെ യേശു വീണ്ടും ജീവനിലേക്ക് പ്രവേശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരമ്മ തൻ്റെ മകൾക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നു. ഒരു പിതാവ്, ഒരു കുടുംബനാഥൻ തൻ്റെ മകനെയും, പ്രശ്നക്കാരനായ രോഗാവസ്ഥയിലായിരുന്ന മകനെയും എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. സിനഗോഗ് അധികാരിയായ വലിയ ഉദ്യോഗസ്ഥനായ കുടുംബനാഥൻ കൊച്ചുമകളുടെ ജീവന് വേണ്ടി യേശുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. ഇത് നമ്മൾ തിരിച്ചറിയും. ഈ നോമ്പ് കാലം, നമ്മുടെ ഈ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്. പല രീതിയിലുള്ള പ്രശ്നമുണ്ട്. സാമ്പത്തിക ഭാരമാകാം, രോഗമാകാം, മക്കളുടെ ദുശീലമാകാം, ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തക്കേടാകാം, എന്തുമാകട്ടെ, ഏത് പ്രശ്നത്തിനും പരിഹാരകൻ ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കുടുംബനാഥൻ, കുടുംബനാഥ അല്ലെ അമ്മ, അപ്പൻ എന്ന നിലയിൽ തൻ്റെ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാം. മറ്റൊരിടത്തും രക്ഷയില്ല. ഈ ലോകത്തിൻ്റെ യാതൊരു ശാസ്ത്രമോ സംവിധാനങ്ങളോ ലോകത്തിൻ്റെതായ എന്തെങ്കിലും വസ്തുവകകൾ കൊണ്ടോ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പകർന്നു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഇന്ന് കൊച്ചുമക്കൾ മുതൽ ശൈശവകാലം, കൗമാരകാലം, പ്രായപൂർത്തിയായ യുവതി, ഏത് പ്രായമാകട്ടെ, വിവാഹിതരായ മക്കളുടെ ജീവിതത്തിലും ഇന്ന് പ്രശ്നങ്ങളാണ്. അപ്പം മക്കളുടെ ജീവിതത്തെ ഓർത്ത് ഇന്ന് മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം യേശുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ എങ്ങനെ വിശ്വസിക്കണം? യേശുവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മാതൃക മാതാപിതാക്കൾ ഏറ്റെടുക്കണം. അങ്ങനെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന മാതൃക ഏറ്റെടുക്കണമെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കുവാൻ യേശുവിന് വിട്ടുകൊടുക്കണം. യോശുവ 3:5 പറയുന്നില്ലേ, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ജോബ് ഒരു കുടുംബനാഥനാണ്. ജോബ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. 1-ാം അധ്യായം 5, സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബനാഥൻ്റെ ചിത്രമായത്. ആ കുടുംബനാഥൻ, ആ അപ്പൻ, പിതാവ് മനസ്സിലാക്കുകയാണ്, എൻ്റെ മക്കള് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ആ മക്കൾക്ക് വേണ്ടി ഈ പിതാവ് പ്രായശ്ചിത്തം ചെയ്യുക. മക്കളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മക്കൾ ദൈവസ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടി, മക്കൾ ദൈവത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഈ പിതാവ് സഹനമേറ്റെടുത്ത് അതിരാവിലെ ഉണർന്ന്
മക്കൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മക്കള് ഈശോയിലേക്ക് തിരിച്ചു വരുവാൻ മാതാപിതാക്കളായ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മക്കളുടെ മാധ്യസ്ഥ പ്രാർത്ഥനക്കാരാകുക, ഈശോയിൽ വിശ്വാസമർപ്പിക്കുക, കുടുംബാംഗങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരിക. ഈ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. വിശുദ്ധീകരണം യേശു ചെയ്തു തരും. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇപ്പം ഈശോ പറഞ്ഞു നമുക്കിതിനൊന്നും കഴിവില്ല, മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യം. നമ്മുടെ മക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ, അത് രാവിലെ എഴുന്നേറ്റ് പ്രായശ്ചിത്ത ബലി ചെയ്യാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നടന്ന് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതാ ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം യേശുവിൻ്റെ ആ സ്നേഹശക്തി, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. നമ്മുടെ ബലഹീനതകളൊക്കെ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകാം. ആ സഹായകൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സഹായകൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ദൈവം തന്നെയായ, ത്രിത്വൈക ദൈവത്തിലെ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിക്കുന്ന ആ യേശുവിലേക്ക് മക്കളെ കൊണ്ടുവരികയും യേശുവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരികയും ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് നമ്മെ തന്നെ യേശുവിന് വിട്ടുകൊടുത്ത് ആ യേശുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് അങ്ങനെ ആ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒരുമയോടെ പ്രഭാത പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, ദിവ്യ ബലിയർപ്പണം, കൂദാശ ജീവിതത്തിലൂടെ ഈ നോമ്പ് കാലത്തിൽ ദൈവവചനം വായിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടും ഈ നോമ്പ് കാലം നമുക്ക് ചെലവഴിക്കാം. പറഞ്ഞില്ലേ, യാക്കോബ് ലേഖനത്തിൽ 1:22 പറയുന്നു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവരും ആകുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഓരോരുത്തരും മാധ്യസ്ഥ പ്രാർത്ഥനക്കാരായി തീരാനും ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് മക്കളിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് ആ മക്കളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ആ കൃപ പരിശുദ്ധാത്മാവ് വഴി നമുക്ക് ദൈവം നൽകും. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് വചനം വായിക്കുകയും ധ്യാനിക്കുകയും വചനം അനുവർത്തിക്കുകയും ചെയ്യുന്ന, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവരും ആയി തീരുവാനുള്ള കൃപ, അതിനുവേണ്ടി ഈ നോമ്പ് കാലത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.